റിപ്പോർട്ട് ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ പകുതിയും നിരത്തിലോടുന്നത് ഇൻഷുറൻസ് പരിരക്ഷയില്ലാതെ. 1902 KSRTC ബസ്സുകൾ ഓടുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസിലാണ്. KSRTC ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങളിൽ നഷ്ടപരിഹാര തുക നൽകാൻ ഉപയോഗിക്കുന്നത് വാഹനം ഓടിക്കിട്ടുന്ന വരുമാനമാണ്. ഇതുവഴി KSRTCക്ക് ലക്ഷങ്ങളാണ് നഷ്ടം. KSRTCയിൽ സംഭവിക്കുന്നത് എന്ത്? ഇൻഷുറൻസ് ഇല്ലാത്ത പോക്കിൽ കാശ് പോകുന്നത് വരുമാനത്തിൽ നിന്നോ? വകുപ്പ് നന്നാക്കാൻ ഉദ്ദേശ്യമില്ലേ മന്ത്രിക്ക്? KSRTCക്ക് 5523 ബസ്സുകൾ സ്വിഫ്റ്റ് ഉൾപ്പെടെ ഉണ്ടെന്നാണ് KSRTC തന്നെ പറഞ്ഞിരിക്കുന്നത്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉള്ള, അതായത് പകുതിയിലേറെ ഇന്ന് സർവീസ് നടത്തുന്ന KSRTC ബസ്സുകൾക്കും ഇൻഷുറൻസ് കവറേജ് ഇല്ല എന്നാണ് KSRTC എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രതിദിനം 5ഓളം KSRTC ബസ്സുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ KSRTC ബസ്സുമായി അപകടം പറ്റുന്നവർക്ക്, മരണപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്നവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് മോട്ടോർ ആക്സിഡന്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം KSRTCയുടെ തനത് ഫണ്ടിൽ നിന്നും അവർ മാനേജ്മെന്റ് കൊടുക്കും എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അപ്പോൾ നിരന്തരം അപകടം ഉണ്ടാകുന്ന KSRTCക്ക് ഇൻഷുറൻസ് കവറേജ് ഇല്ലാത്തതുകൊണ്ട് അവരുടെ ഫണ്ടിൽ നിന്നും ഇൻഷുറൻസ് പണം കൊടുക്കുമ്പോൾ വലിയൊരു തുക ഓരോ വർഷവും KSRTCക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ KSRTCയുടെ മാനേജ്മെന്റ് ആണ് ഇപ്പോൾ കോടതി നിർദ്ദേശപ്രകാരം ഫണ്ട് കൊടുക്കുന്നത്. അത് KSRTCയെ വീണ്ടും വീണ്ടും തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വിവരങ്ങളുമായി അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നു. അലി അക്ബർ ഷാ, ഇക്കാര്യത്തിൽ KSRTCയിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നഷ്ടം നികത്താൻ കഴിയുന്ന സ്ഥലങ്ങളിൽ പോലും നഷ്ടം നികത്താതെ അതൊരു നഷ്ടമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണോ ഉണ്ടാകുന്നത്? തീർച്ചയായും സുജയ, വളരെ ഗുരുതരമായ വിഷയം തന്നെയാണ് KSRTCയിലെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അതായത് സംസ്ഥാനത്ത് KSRTCക്ക് 5523 ബസ്സുകളാണ് ഇപ്പോൾ നിരത്തിൽ ഓടുന്നത്. ഇതിൽ പകുതി ബസ്സുകൾക്ക് പോലും ഇൻഷുറൻസ് പരിരക്ഷ ഇല്ല എന്ന ഗുരുതരമായ വിവരമാണ് വിവരാവകാശ രേഖയിലൂടെ ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇതിൽ ആകെ ഇൻഷുറൻസ് പരിരക്ഷയുള്ള വാഹനങ്ങൾ എന്ന് പറയുന്നത് 1902 KSRTCയും അതുപോലെ സംസ്ഥാനത്ത് ആകെ ഓടുന്ന 444 K-സ്വിഫ്റ്റ് ബസ്സുകളുമാണ്. ഈ ബസ്സുകൾക്കാണെങ്കിൽ ഉള്ളത് തേർഡ് പാർട്ടി ഇൻഷുറൻസ്, അതായത് പൂർണ്ണമായുമുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഈ വാഹനങ്ങൾക്കുമില്ല. അതായത് KSRTC ബസ്സുകൾ ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങളിൽ സ്വാഭാവികമായും പരിക്കു പറ്റുന്നവർക്കോ മരണം സംഭവിക്കുന്നവർക്കോ നഷ്ടപരിഹാരം നൽകണമെങ്കിൽ നിലവിൽ അത് നൽകുന്നത് KSRTCയുടെ മാനേജ്മെന്റ് ആണ്. ഈ നിലയിലുള്ള ഗുരുതരമായ വീഴ്ചയാണ് KSRTCയുടെ ഭാഗത്തു നിന്നും ഇൻഷുറൻസിന്റെ കാര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഇത്രയേറെ അപകടങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ അപകടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം കോടതി വിധിക്കുമ്പോൾ അത് KSRTC മാനേജ്മെന്റ് നേരിട്ട് നൽകുമ്പോൾ വീണ്ടും കൂപ്പുകുത്തി കിടക്കുന്ന ഒരു വകുപ്പ് അതിലും താഴേക്ക് കൂപ്പുകുത്താനുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ഈ ഇൻഷുറൻസ് ഉണ്ട് എങ്കിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഷുറൻസ് തുകയിൽ നിന്നും അതുമായി ബന്ധപ്പെട്ടുള്ള നഷ്ടപരിഹാരം നൽകിയാൽ മറ്റ് ബാധ്യതകളിലേക്ക് പോകേണ്ട സാഹചര്യം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നില്ല. പക്ഷേ എന്തെങ്കിലും വിധത്തിലുള്ള ഇടപെടൽ ഈ വർഷങ്ങൾക്കിടയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എന്നത് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന അതീവ ഗുരുതരമായ വീഴ്ച തന്നെയാണ്. ഇത് ഈ വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കായയുടെ വിവരാവകാശ അപേക്ഷയിലാണ് ഇത്തരത്തിൽ അതീവ ഗുരുതരമായ ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്തരത്തിൽ നഷ്ടപരിഹാര തുക ഇനത്തിൽ KSRTCക്ക് എത്ര രൂപയുടെ ചിലവ് വന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം നൽകാനും ഈ അപേക്ഷയിലൂടെ വകുപ്പ് തയ്യാറായിട്ടില്ല. എന്തായാലും അതീവ ഗുരുതരമായ വിഷയം, അടിയന്തരമായി വകുപ്പ് ഇടപെടൽ നടത്തേണ്ട വിഷയമല്ല എങ്കിൽ ഇതിനോടകം തന്നെ തകർന്നു കിടക്കുന്ന ഒരു വകുപ്പിന് ഇനിയെങ്കിലും കരപിടിച്ച് കയറ്റാനുള്ള എന്തെങ്കിലും നടപടി ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല, വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അവർക്കതിൽ താല്പര്യമില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ സുജയ. ഓക്കെ, അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്. KSRTCക്ക് ഉണ്ടാകുന്നത് ലക്ഷങ്ങളുടെ നഷ്ടമാണ്. ഈ നഷ്ടമൊക്കെ നികത്തേണ്ടേ, അതോ ഈ നഷ്ടത്തിൽ തന്നെ ഓടിയാൽ മതിയോ? തീരുമാനമെടുക്കേണ്ടത് ബന്ധപ്പെട്ട അധികൃതരാണ്.